കാണുന്നുണ്ടല്ലോ മൊബൈൽ സ്ക്രീൻ അല്ലേ? അപ്പോ ഞാൻ കാണിച്ചു തരുന്നത് നമ്മളൊക്കെ പലതരത്തിലുള്ള പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇത് നോക്കൂ, നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു പോസ്റ്ററാണ് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള. ഇതേപോലത്തെ പോസ്റ്ററുകളൊക്കെ വളരെ സെക്കൻഡുകൾ കൊണ്ട് നിർമ്മിക്കേണ്ടത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു മിനിറ്റിൽ താഴെ മാത്രം സമയം എടുത്തുകൊണ്ട് ചെയ്ത സംഭവമാണ്. ഓക്കെ, ഇതേപോലുള്ള പോസ്റ്ററുകൾക്കൊക്കെ ആനിമേഷൻ കൊടുക്കാൻ പറ്റും നമുക്ക്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് മെറ്റ AI എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഓക്കെ, ആ മെറ്റ AI ഞാൻ എന്റെ മൊബൈലിൽ കാണിച്ചു തരാം. ഇവിടെ കണ്ടല്ലോ, ഈ വലതു ഭാഗത്ത് ഒരു വയലറ്റ് കളറുള്ള ഒരു ഫ്ലവർ പോലെയുള്ള ഒരു ഐക്കൺ, അതാണ്. ഇത് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, ഇവിടെ ആനിമേറ്റ് മൈ ഫോട്ടോ എന്നൊക്കെ വന്നിട്ടുണ്ട്. ക്രിയേറ്റ് ആൻ ഇമേജ്, നമുക്ക് ഇവിടുന്ന് തന്നെ ഇമേജ്, അതായത് പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഇതൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ പഠിപ്പിക്കും. എല്ലാം കൂടെ ഒറ്റ ക്ലാസ്സിൽ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ആനിമേറ്റ് മൈ ഫോട്ടോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫോട്ടോ ഒന്നെടുക്കാം. ഞാൻ ഈ ഫോട്ടോ എടുത്തു. അതിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ആനിമേറ്റ് മൈ ഫോട്ടോ എന്നുള്ള ഫസ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് അതിന്റെ പ്രോംപ്റ്റ് അവിടെ തന്നെ വന്നിട്ടുണ്ട്. ഈ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പേടിക്കേണ്ട സംഭവമൊന്നുമില്ല. നിർദ്ദേശം അത്രയേ ഉള്ളൂ. നമുക്ക് AI-യുമായിട്ട് സംവദിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നേ അതിനർത്ഥമുള്ളൂ. ഓക്കെ, അപ്പൊ അത് നമ്മൾ പറയേണ്ട ചില രീതികളുണ്ട്, അതിന് ചില ചട്ടക്കൂടുകളുണ്ട്, ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. ആ ഫ്രെയിം വർക്ക് ഒന്ന് പഠിച്ചാൽ മതി. അതൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്നത്. നേരത്തെ നിങ്ങൾ കണ്ട പോസ്റ്ററാണ് ഈ രൂപത്തിലേക്കായത്. കണ്ടല്ലോ, ഇത് പിന്നെ ഡയലോഗ്സ് കൊടുക്കാൻ പറ്റും, കുറെ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി നോക്കൂ, നിങ്ങൾക്ക് ഞാൻ വേറൊരു ഇമേജ് കാണിച്ചു തരാം. ഇവിടെ ഒന്നുകൂടെ എനിക്ക് കൊടുക്കണമെങ്കിൽ താഴെയുള്ള പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ, ഈ പ്ലസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ഇമേജ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാം. ഞാന് ഒരു കുട്ടികൾ ഒപ്പന കളിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇതിനോട് ആവശ്യപ്പെടുകയാണ്. മലയാളത്തിലാണ് പ്രോംപ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഇത്രത്തോളം സിമ്പിൾ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്യുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്? ഇവർ ഒപ്പന കളിക്കുന്ന വീഡിയോ നിർമ്മിക്കോ. ഒരു ഇമേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒപ്പന വീഡിയോ സൃഷ്ടിക്കുന്നു എന്നൊരു അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഇതിൽ നമുക്ക് ഇവരിപ്പോ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്ന ഒരു ഭാഗം മാത്രമേ വന്നിട്ടുള്ളൂ. ഇത് വേണമെങ്കിൽ ഇവര് ഇറങ്ങി ചാടി സാധാരണ ഒപ്പനൊക്കെ കളിക്കുന്നുണ്ടല്ലോ, ആ രൂപത്തിലേക്ക് കളിക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഇതിനെ വീണ്ടും നമുക്ക് എന്താക്കാം, കൊടുക്കാൻ പറ്റും. അതേപോലെ മ്യൂസിക് കൊടുക്കാൻ പറ്റും. ഇവിടെ താഴെ മ്യൂസിക് എന്നുള്ള ബട്ടൺ ഉണ്ട്. ഈ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഒപ്പന സോങ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. ഇവിടെ കണ്ടല്ലോ, ലിസ്റ്റ് ചെയ്തല്ലോ. അതിന് ഏതെങ്കിലും ഒന്ന് എടുക്കുക. അത് പാട്ട് അതിനായിട്ട് അല്ലെങ്കിൽ വേറെ നോക്കാം.
ഇല്ലെങ്കിൽ മാപ്പിള സോങ് നോക്കാം. ഇങ്ങനെ സെർച്ച് ചെയ്താൽ കിട്ടും. നല്ല രസമാണ് ഈ പരിപാടി. കനവുകളിൽ നീ മാത്രം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിനെ ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ കണ്ടോ, ഈ വലത് ഭാഗത്ത് ഞാൻ മൗസ് വെച്ച് കാണിച്ചില്ല, വലത് ഭാഗത്ത് ഇവിടെ ഒരു 3 ഡോട്ട് കണ്ടോ അല്ലെ? അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ സേവ് എന്നുള്ള ബട്ടൺ ഉണ്ട്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ എടുക്കുവാണെങ്കിലും അതിനെ സേവ് ചെയ്യാൻ പറ്റും. ഇനി കളിക്കുന്നതിന്റെ ടൈം ഒന്ന് നീട്ടണം തോന്നുന്നുണ്ടെങ്കിൽ താഴെ എക്സ്റ്റെൻഡ് എന്നുള്ള ബട്ടൺ ഉണ്ട്, ഉണ്ടല്ലോ താഴെ, ഏറ്റവും താഴെ രണ്ടാമത്തെ ബട്ടൺ എക്സ്റ്റെൻഡ്, അത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമുക്കൊരു ഏകദേശം ഒരു 20 സെക്കൻഡ് വരെ നമുക്കുള്ള വീഡിയോകൾ ഇതിൽ നിർമ്മിക്കാൻ പറ്റും. മാപ്പിള സോങ് എന്ന് പറഞ്ഞിട്ട് സോങ് സെർച്ച് ചെയ്യാം. മണിവൈരം മണിവൈരം മാണിക്കം മരതകവും നാണിക്കും മതിയഴകാ. അപ്പൊ സംഭവം കണ്ടല്ലോ, ഈ രൂപത്തിലൊക്കെ നമുക്ക് ചിത്രങ്ങൾക്ക് ആനിമേഷൻ കൊടുത്തുകൊണ്ട് ചെയ്യാം. ഇതിലൊക്കെ ഇത് ഇങ്ങനെയൊന്നുമല്ല, കുറെ പഠിക്കാനുണ്ട്. ഞാനിതിന്റെ ബേസിക് പോർഷൻ മാത്രമേ ഇപ്പൊ കാണിച്ചു തന്നിട്ടുള്ളൂ. ഇതൊക്കെ പഠിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഇതിന് തന്നെ പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മുടെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ വരാനുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു ബേസിക് മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര രസകരമായ ഒരു സംഭവമാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഇപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർക്കാനുള്ള ഒരു അവസരമാണ്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. അപ്പൊ ഞാൻ മൈക്ക് അൺമ്യൂട്ട് ചെയ്തു തരും.